ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ശ്രുതിയെ പ്രവീൺ വല്ലാതെ ഇട്ട് വലയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ആന്റണിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ട് ആന്റണിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. തനിക്കൊരു ഹെൽപ്പ് വേണമെന്നുള്ള കാര്യമാണ് കേട്ടോ ആവശ്യപ്പെടുന്നത്. ആന്റണി വിചാരിക്കുന്നത് പണത്തിന്റെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും വന്നത് എന്ന്. എന്നാൽ അതല്ല, ഓൾറെഡി നവീനെ കുറിച്ചിട്ട് ആന്റണിക്ക് അറിയാമായിരുന്നല്ലോ. അവൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും വന്നിട്ട് എൻ്റെ അടുത്ത് പണം വേണമെന്ന് പറഞ്ഞ് വീണ്ടും ലക്ഷങ്ങൾ വേണോ എന്ന് പറഞ്ഞിട്ട് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ അത്രയും പണമില്ല. അതുകൊണ്ട് തന്നെ അവനെ എന്തെങ്കിലും ചെയ്തിട്ട് ഒതുക്കണം എന്നുള്ള കാര്യം ആന്റണിയുടെ അടുത്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയാണ്. തനിക്കൊരു സഹായം ചെയ്തു കൊടുക്കുന്ന സമയത്ത് ശ്രുതിയുടെ ഭാഗത്തു നിന്നും ഒരു സഹായം വേണോ എന്നുള്ള കാര്യം ആന്റണി പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്തു തരാനാണെന്ന് ശ്രുതി തിരിച്ചും ചോദിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് പണം മോഷണം പോയിട്ടുണ്ടായിരുന്നല്ലോ. പോയിട്ടുണ്ടായിരുന്നു. റോഡിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ഒന്ന് മോഷ്ടിച്ചിട്ട് പോയി എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ മോഷ്ടാവ് ആരാണെന്നുള്ള കാര്യം അറിയോ? അത് ഏതോ ഒരു മോഷ്ടാവല്ലേ? അങ്ങനെ ഏതോ ഒരു മോഷ്ടാവല്ല, അത് രേവതിയുടെ അനിയൻ ശരത്താണ് ചെയ്തത്. കേട്ടിട്ട് ശ്രുതിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന്. ഒരു ദിവസം അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് നിങ്ങളുടെ അമ്മായിയമ്മ അവനെ മോഷ്ടാവ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ പഴി വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവനാണല്ലേ ഈ പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് സത്യമാണെന്നുള്ള കാര്യം ഞാനെങ്ങനെ വിശ്വസിക്കും? ഇതാണ് സത്യം. ഇതിനെക്കുറിച്ച് സച്ചിക്കും അറിയാം. എന്ത്, സച്ചിക്ക് അറിയുമെന്നുള്ള കാര്യം ഭയങ്കര സർപ്രൈസ് ആയത് പോലെ ഇങ്ങനെ ചോദിക്കാനോട്ടോ നമ്മുടെ ശ്രുതി. സച്ചിക്ക് അറിയാം. സച്ചി അറിഞ്ഞതിന് ശേഷമാണ് അന്ന് ശരത്തിന്റെ കൈ ഒടിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണല്ലേ സച്ചിക്ക് ശരത്തിനോട് ഇത്ര ദേഷ്യം? അതെ. അല്ല, ഞാനിപ്പോ ഇതിൽ എന്ത് ചെയ്യാനാണ്? നീ പറഞ്ഞില്ലേ അവനെ ഞാൻ ഒതുക്കിക്കോളാം, അവൻ നിന്റെ പരിസരത്തേക്ക് പോലും ഇനി വരില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് നീ എനിക്കൊരു സഹായം ചെയ്തു തരണം. ശരത്ത് ഈ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങള് ഒരു വീഡിയോ ഫുട്ടേജ് ഉണ്ട്. വീഡിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അത് നീ എടുത്തു തരണം. അത് നിന്റെ വീട്ടിലാണുള്ളത്. എന്റെ വീട്ടിലെന്ന് ചോദിക്കുമ്പോൾ അതെ, സച്ചിയുടെ ഫോണിനകത്ത്. ആ വീഡിയോ നീ എനിക്ക് എടുത്ത് അയച്ചു തന്നാൽ മതി, ഞാനത് റിലീസ് ചെയ്യും. ഇത്രയും നാള് ചെയ്യാതെ എന്തിനാണ് ഇപ്പൊ ചെയ്യുന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ടേ. നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആള് എന്തിനാ ചെയ്യുന്നതെന്നുള്ള കാര്യം എന്റെ അടുത്ത് ചോദിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. ഇത് ചെയ്യുന്നതിന് എനിക്കൊരു കാര്യമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ പറഞ്ഞവനെ നിന്റെ 7 അയലത്ത് പോലും വരാത്ത രീതിയിൽ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. എന്താ പറ്റുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുറച്ചു നേരം ശ്രുതി ആലോചിച്ച് നിന്നിട്ട് അതിന് സമ്മതം മൂളമാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് രാത്രിയിലാണ് കാണിക്കുന്നത്. ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് രേവതിയുടെ തലയിൽ ഇത്രയും വലിയൊരു കെട്ട് കാണുന്നത്. അതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ ചേച്ചിയുടെ തലയിൽ ഇത്രയും വലിയൊരു കെട്ടിട്ടിരിക്കുന്നതെന്ന് വർഷ ചോദിക്കുന്നുണ്ട്. ചെറുതായിട്ട് തലയൊന്ന് ഇടിച്ചു, അത്രയേ ഉള്ളൂ. എന്നിട്ടാണോ ചേച്ചി ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചേച്ചിക്ക് പോയിട്ട് റെസ്റ്റ് എടുത്തൂടെ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്ത് നീ വന്നോടാ എന്ന് ചോദിച്ചും കൊണ്ട്, അല്ല സച്ചിയേട്ടാ, ചേച്ചിക്ക് തലയ്ക്ക് അടിപെട്ടിട്ടും എന്തിനാണ് ചേച്ചിയെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? പിന്നെ എനിക്കതല്ലേ പണി, ഞാനല്ലേ അവളുടെ അടുത്ത് എല്ലാ ജോലിയും ചെയ്യാൻ വേണ്ടി പറയുന്നത്. രേവതി, നിന്റെ അടുത്ത് ഞാൻ റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതല്ല സച്ചിയേട്ടാ, ഭക്ഷണം കഴിക്കുന്ന അവിടെയൊക്കെ ഭയങ്കര ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ട്, ഞാൻ അതൊന്ന് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചു. അല്ല രേവതി ചേച്ചിക്ക് എങ്ങനെയാണ് ഈ തലയ്ക്ക് മുറിവ് പറ്റിയ എന്നുള്ള കാര്യം വർഷ ചോദിക്കുകയാണ് വീണ്ടും. രേവതി അതെന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്താണെന്ന് കാര്യം വ്യക്തമാക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ഇടയിൽ കയറിയിട്ട്, നടക്കുമ്പോഴേ നോക്കി നടക്കണം, ഇല്ലെങ്കിൽ തറയെ കിടക്കും. അവൾ നടക്കുന്ന സമയത്ത് പഴത്തിന്റെ തോലി ഉണ്ടായിരുന്നു, അത് അവൾ കണ്ടില്ല. അത് ചവിട്ടി കാല് വഴുതിയിട്ട് അവൾ താഴെ വീണു എന്ന് പറയാണേ. വാഴപ്പഴത്തിന്റെ തോല എന്ന് പറയുന്നത് ഡോർമാറ്റ് ഒന്നുമല്ലല്ലോ, അത് വൃത്തിയാക്കി വിടാൻ വേണ്ടിയിട്ട്. അതിന്റെ സ്വഭാവം അങ്ങനെയല്ലേ, തൊലി ചവിട്ടി അവൾ വഴിക്ക് വീണു, അത്രയേ ഉള്ളൂ. ഇവരെ പൊടുത്ത് ഈ റീസൺ പറയുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ രവി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. നീ എന്താടാ പറഞ്ഞത്? പഴത്തിന്റെ തൊലി വഴിക്ക് വീണു എന്നോ? എന്നാ എന്റെ അടുത്ത് അങ്ങനെയല്ലല്ലോ, വണ്ടിയിൽ നിന്ന് വീണു എന്നല്ലേ പറഞ്ഞത്? ആണോ അച്ഛൻ, ഞാൻ അങ്ങനെയാണോ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എങ്ങനെയാണ് രേവതി ചേച്ചി വീണത്? ആദ്യം ഒന്ന് പറയുന്നു, പിന്നെ ഒന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രവിയും അതുപോലെ ശ്രീകാന്തും വർഷയൊക്കെ ചോദിക്കുമ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാല് താഴെ വെച്ചത് പഴത്തൊലിയിലായി പോയി, അത് തെന്നി അങ്ങ് പോയതാണെന്ന് പറയാണേ. രേവതി പറഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കൊന്നും സംശയം തോന്നാതെ അതങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ജോലിയൊന്നും ചെയ്യേണ്ട രേവതി, നീ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കുക എന്ന് പറയാണ്. അങ്ങനെ രവി അങ്ങോട്ട് പോവാണ് കേട്ടോ. ഒരു ഫോൺ കോൾ വന്നിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് ചന്ദ്ര കയറി വരുന്ന സമയത്ത് വാ ചന്ദ്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്.
ഇവരുടെ അടുത്ത് ചന്ദ്രമതി വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് രവി അങ്ങനെ ചെയ്തത് കേട്ടോ. ചന്ദ്രമതി വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും രണ്ടുപേരും രണ്ട് പാർട്ടിക്കാരെ പോലെ നിന്നിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. ചുമ്മാ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തലയ്ക്ക് കെട്ടുന്ന കെട്ടി നടക്കുവാണല്ലേ, ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കലല്ലേ പരിപാടി, അല്ലെങ്കിലും നീ എന്തിനാണ് എന്റെ തലയ്ക്ക് അടിപെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ് ആണ്. ഇത് കേട്ടിട്ട് രസിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര അരികിലേക്ക് വരുവാണേ. ശരിക്കും അടിപെട്ടിട്ടുണ്ടോ അതോ ഇനി വെറുതെ ചുമ്മാ നടിക്കുന്നതാണെന്നൊക്കെ ആർക്കറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷന്റെ അടുത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, നീ പറഞ്ഞത് വർഷേ കറക്റ്റ് ആണ്. ഇവിടെ ഉള്ളവരൊക്കെ നല്ല അഭിനയിക്കുന്ന ആൾക്കാരാണ്, ആ അഭിനയത്തിന് അവാർഡ് വരെ കിട്ടും. അങ്ങനത്തെ രീതിയിലുള്ള അഭിനയങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കേട്ടില്ല രേവതി, അമ്മ തന്നെ നിന്നെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നു, സച്ചേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ രേവതി ഒരു മേഖലയില് അതിന്റെ അറ്റം വരെ എന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കൈവരിച്ച ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാര് ആരംഭത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ലേ. മികച്ച നടിമാര് തന്നെ ആരംഭത്തിലുള്ള നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. എന്താണ് നീ പറഞ്ഞു വരുന്നത്, ഞാന് അഭിനയിക്കുകയാണെന്നാണോ? നമ്മള് എല്ലാവരും അഭിനയിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഈ ലോകം എന്ന് പറയുന്നത് ഒരു നാടകമേട പോലെയാണ്, അതില് നമ്മൾ എല്ലാവരും നടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഒരു കഥയിൽ എഴുതിയിട്ടുണ്ട്. അത് ഷേക്സ്പിയർ പറഞ്ഞ കാര്യമാണെന്ന് വർഷ പറയുന്നുണ്ട്. അതാരാണ്, നിന്റെ സ്വന്തക്കാരനാണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതെ എന്റെ മാമനാണ്. പക്ഷേ നീ ഒന്ന് ചുമ്മാതിരിക്കെ, അതൊരു റൈറ്ററാണ് സച്ചിയേട്ടാ, ആര് വേണമെങ്കിലും ആവട്ടെടാ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ അമ്മയുടെ അത്ര അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആർക്കും കഴിയില്ല. അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ, അല്ലെ രേവതി, കറക്റ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണെ. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയെ കണ്ടോടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്ത് പറ്റി രേവതി, തലയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. അത് ചെറിയൊരു മുറിവാണ്, അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ്. ആന്റി ഞാനിതാ അമ്പലത്തിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രസാദമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആന്റി ഞാനിന്ന് അമ്പലത്തിൽ പോയത് നന്നായി, ഇന്ന് ഞാൻ അവിടെ വെച്ചിട്ട് ഒരു സ്വാമിയെ കണ്ടു, അവര് എല്ലാവരും ഭാവിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അദ്ദേഹവുമായിട്ട് സംസാരിച്ച സമയത്ത് ഇപ്പോ നമുക്ക് നല്ല സമയമാണെന്നുള്ള കാര്യം പറയാണേ. അത് പിന്നെ അറിയാലോ, നല്ല സമയം ആയതുകൊണ്ടല്ലേ ശ്രുതി നമ്മള് കടയൊക്കെ ആരംഭിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആന്റി ഞങ്ങൾക്കല്ല, ആന്റിക്ക് നല്ല സമയമാണെന്നുള്ള കാര്യം പറഞ്ഞത്. ആന്റി നന്നായിട്ടിരുന്നാൽ മാത്രമാണല്ലോ ഈ കുടുംബത്തിലുള്ള എല്ലാവരും നന്നായിട്ടിരിക്കുള്ളൂ. ശ്രുതി ആന്റിയെ പൊക്കി അടിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പോക്കാക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാക്കയെ ആട്ടുന്ന രീതിയിൽ പറയുന്നത് കേൾക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, ജനലിന്റെ അടുത്ത് ഒരു കാക്ക വന്നിരുന്നു, കാക്കയുടെ ശല്യം ഭയങ്കരം, അതാണ് ഞാൻ ആട്ടിയത്. അവന്റെ കാര്യം വിട്ടേക്ക്, ചുമ്മാ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിലും ശ്രുതി നീ പറഞ്ഞത് സത്യം തന്നെയാണ്, എനിക്ക് നല്ല സമയമാണെന്നുള്ള കാര്യം എനിക്കും തോന്നി. എപ്പോഴാണ് എൻ്റെ ക്ലാസ്സിൽ പിള്ളേർ വന്ന് ചേർന്നതോ അപ്പോൾ എനിക്ക് നല്ല സമയം ആരംഭിച്ചു. ഇനിയിപ്പോ എൻ്റെ സ്റ്റുഡൻസ് കാരണം എൻ്റെ പേരിങ്ങനെ പുകഴ്ന്നു പോകുന്നു പറയാണേ. അങ്ങനെ പോയി എവിടെ എത്തോ ആവോ എന്നുള്ള കാര്യമൊക്കെ സച്ചി ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ടേ. അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, രേവതി നിന്റെ തലയിലെ കെട്ട് കണ്ട സമയത്താണ് എനിക്ക് വിശ്വാസം തോന്നിയത്. ഞാൻ എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. അതേസമയം രേവതിയുടെ പേര് പറഞ്ഞപ്പോൾ രേവതിക്ക് ഇനി അങ്ങോട്ട് മോശ സമയമാണെന്നുള്ള കാര്യമാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഈ വീട്ടില് രേവതിക്ക് മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യവും പറഞ്ഞു. ശ്രുതി മനസ്സിൽ വെച്ച് പറയുന്നത്, ശരത്തിന്റെ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്, ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് സ്വാമി പറഞ്ഞതാന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അതെങ്ങനെയാണ് പൗഡർ എടുത്തി ഒരു സ്വാമി മുഖം പോലും കാണാതെ കാര്യങ്ങൾ പറയുന്നത്? ഓ, ഒരു പക്ഷേ നിന്നെ പോലൊരു മരുമകളുള്ള വീട്ടില് വേറെ മരുമക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കഷ്ടകാലാണെന്നുള്ള കാര്യം ചിലപ്പോ നിന്റെ മുഖം നോക്കി പറഞ്ഞതായിരിക്കും. സച്ചി നീ എന്നെ കളിയാക്കി പറഞ്ഞാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, പക്ഷേ രേവതിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ തലയ്ക്കൊക്കെ അടിപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അത് നല്ലതല്ല എന്നുള്ള കാര്യം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കേട്ട സച്ചി ചോദിക്കുന്നത്, അല്ല പൗഡർ എടുത്തി, നീ എപ്പോഴാണ് പാർലർ ജോലിയൊക്കെ വിട്ടിട്ട് ജോത്സ്യന്റെ പണി ഏറ്റെടുത്തത്? തലയ്ക്ക് അടിപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയാന്ന് ശ്രുതി. പക്ഷെ വർഷയാണെന്നുണ്ടെങ്കിൽ ഇടയിൽ കയറിയിട്ട്, അല്ല ശ്രുതി ചേച്ചി, ഈ ജനറേഷനിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കും ആരെങ്കിലും? അതും ഏതോ ഒരു സ്വാമി പറഞ്ഞു എന്നുള്ള കാര്യമല്ലേ പറയുന്നത്. അയാൾക്ക് നല്ല സമയമാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തിനാണ് അമ്പലത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇരിക്കുന്നത്? അവര് കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, അതും വിശ്വസിച്ചിട്ട് അത് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിക്ക് നേരെ ചെല്ലുവാണ് കേട്ടോ വർഷ. എന്ന് കരുതിയിട്ട് ഒറ്റയടിക്ക് നമുക്കത് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ലല്ലോ.
അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇനി എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചാലോ? ഇത് കേട്ട് രേവതിയാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. പക്ഷേ സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്തോ രേവതിക്ക് സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചത് പറയുന്നത് പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ശ്രുതിയുടെ മുഖത്ത് നോക്കി ചോദിക്കുവാണേ. അവളുടെ നല്ല മനസ്സിന് അവൾക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പോഴേക്കും മരുമകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. വിട്ടേക്ക് ശ്രുതി, നീ നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും അവൾക്ക് അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നില്ല. നീ എനിക്ക് നല്ല സമയം വന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് തന്നെ മതി. മറ്റുള്ളവർക്കൊക്കെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താണ് എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് കയറി പോവാണേ. ചന്ദ്ര പോയി കഴിഞ്ഞതിന് ശേഷം സച്ചിന്ന് വിളിച്ചും കൊണ്ട്, നീ പറഞ്ഞില്ലേ കാക്കയുടെ ശല്യം കൂടുതലാണ് എന്നുള്ള കാര്യം, നമുക്ക് ഉടനെ തന്നെ വരട്ടെ അയക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് സച്ചിക്ക് രേവതിക്ക് ഇട്ടിട്ടുള്ള പണി മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. ആ സന്തോഷത്തിൽ അങ്ങനെ നടന്നങ്ങ് പോവുകയാണേ. അവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം വർഷയും അതുപോലെ ശ്രീകാന്തും റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവരുടെ റൂമിലേക്ക് പോവാണ്. അപ്പോഴും രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്താ രേവതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ശ്രുതി പറഞ്ഞ കാര്യം. ഓ പിന്നെ ആ ശ്രുതി വലിയ ജ്ഞാനിയല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവൾ ചുമ്മാ അമ്മയ്ക്ക് ഐസ് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയതാണ്. ഇല്ല സച്ചേട്ടാ, അത് കേട്ട മുതൽ എൻ്റെ മനസ്സിനും വല്ലായ്മ പോലെ. ഇവിടെ ഇരിക്കും രേവതി, അച്ഛമ്മ എപ്പോഴും പറയും മനുഷ്യർക്ക് എന്തിനാണ് രണ്ട് ചെവി കൊടുത്തത് എന്നുള്ള കാര്യം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിടണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ്. നീ എന്തായാലും കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് സങ്കടപ്പെടണ്ട. വീണ്ടും തലയ്ക്ക് വേദന വരും കേട്ടോ. നീ കൂടുതൽ ആലോചിക്കൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും ടെൻഷനോട് കൂടിയിട്ട് ആ ശരി എന്ന് രേവതി പറയുന്നുണ്ട്. രേവതി, നമ്മൾ നല്ലത് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രമേ നടക്കുള്ളൂ. നിനക്ക് ഒന്നും വരില്ല, നീ ഒന്നും കൊണ്ട് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് കിടക്കാൻ വേണ്ടി പറയാണ് സച്ചി. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഫുഡിന്റെ പരിപാടി അങ്ങ് തുടങ്ങുവാണ് കേട്ടോ. കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണുമ്പോഴേക്കും രേവതി, നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ ഒച്ച വെക്കല്ലേ, പതിവായിട്ട് ഞാൻ തന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രേവതി, നിന്റെ തലയ്ക്ക് മുറിവുണ്ടല്ലോ, ഇപ്പോഴും നീ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണോ? ഇവിടെ വേറെ ആർക്കും ഇതൊന്നും ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി കിടന്ന് ഒച്ച വെക്കുവാണേ. എപ്പോഴും സച്ചിയേട്ടാ ഞാൻ തന്നെയല്ലേ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്, എപ്പോഴത്തെ പോലെയാണോ? ഇപ്പൊ നിന്റെ തലയ്ക്ക് മുറിവില്ലേ, ഡോക്ടർ നിന്റെ അടുത്ത് റെസ്റ്റ് എടുക്കാനും പറഞ്ഞത്. എനിക്കിപ്പോ സച്ചിയേട്ടാ അതിന് മാത്രം വേദനയൊന്നുമില്ല, ഞാൻ നല്ല പോലെ തന്നെയാണ് ഉള്ളത്. അല്ലെങ്കിലും വേദനിച്ചാലും നീ വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയോ? അതല്ല രേവതി, ഇന്നലെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ. ഒരു നേരമൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ്, ഞാൻ തന്നെ ഇതെല്ലാം ചെയ്തോളാം. സച്ചേട്ടൻ പോയിട്ട് അവിടെ ഇരിക്കും, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുതരാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പൂ കൊണ്ട് കൊടുക്കാൻ. എന്താ നീ പറഞ്ഞത്, ഈ ജോലി തന്നെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് നീ പോയിട്ട് പൂവും കൊടുക്കാൻ വേണ്ടി പോവാണോ എന്ന് കരുതിയിട്ട് എനിക്ക് എന്റെ ജോലി ചെയ്യണ്ടേ? ഇന്ന് എന്തായാലും രേവതി നീ ഇതൊന്നും ചെയ്യാൻ വേണ്ടി പോകണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്ന് സച്ചേട്ടാ നല്ല ഓർഡർ ഉണ്ട്, അതുപോലെ മുഹൂർത്ത നാളാണ്. അതൊക്കെ ശരി തന്നെയാണ്. ഇന്നൊരു ദിവസം നീ എന്തായാലും ഇവിടെ ഇരിക്കേ. വെയിലത്ത് ഹെൽമെറ്റ് പോലും വെക്കാൻ പറ്റാതെ നീ എങ്ങനെയാണ് പോകുന്നത്? ഇനി നീ ഇരുന്ന് പൂവൊക്കെ കെട്ടിയിട്ട് അത് കൊണ്ടുപോയി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒക്കെ റിസ്ക് ആണ്. അതുകൊണ്ട് എന്തായാലും പോകണ്ട. അതൊക്കെ സച്ചേട്ടാ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാം ചെയ്തു എന്ന് പറയണേ. 4 മണിക്ക് എഴുന്നേറ്റിട്ടോ? അതെ, സച്ചേട്ടനൊന്നും വന്നു നോക്ക് പോലും ചെയ്തില്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അറിയുന്നത് നീ 4 മണിക്ക് എഴുന്നേറ്റിട്ട് പൂ കെട്ടും എന്നുള്ള കാര്യം? ഞാനും അതുപോലെ തന്നെ വെളുപ്പിനൊക്കെ കാർ ഓടിക്കാറുണ്ടല്ലോ, അപ്പോഴൊക്കെ നീ എന്താ ഉണർന്നിരിക്കുവാണോ ചെയ്യുന്നത്? അതെ എന്ന് രേവതി പറയുമ്പോ, ശരിക്കും? അതെ സച്ചേട്ടാ, അതാണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സച്ചേട്ടൻ ഇങ്ങനെ വെളുപ്പിനൊക്കെ കാർ ഓടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല. ഞാനെന്ത് ചെയ്യും, എഴുന്നേറ്റിട്ട് പ്രാർത്ഥിച്ചിരിക്കും. നീ ഈ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ ആരെങ്കിലും പറയോ സച്ചേട്ടാ? രേവതി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സച്ചിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രേവതി അങ്ങ് ചേർത്ത് പിടിക്കുവാണേ. എന്തൊക്കെയാണെങ്കിലും രേവതി, ഇന്നൊരു ദിവസം നീ പോണ്ടെന്ന് പറയുന്നുണ്ട്. ഇല്ല സച്ചേട്ടാ, ശരിക്കും പോയിട്ടില്ലെങ്കിൽ ഇന്ന് ഓർഡർ നല്ലോണം ഉണ്ടല്ലോ, ആൾക്കാർ അവർ മാറ്റി കൊടുക്കുകയും ചെയ്യും. നീ എന്തൊക്കെ രേവതി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പോയേ പറ്റുള്ളൂ സച്ചേട്ടാ. അതിനിടയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂ എടുത്തിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ചേച്ചി ഞാൻ വരുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ട് വരാമെന്ന് പറയാണേ. സച്ചേട്ടാ 20 മുളം എക്സ്ട്രാ പൂ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 650 രൂപയോളം വരും. അത് വിട്ടിട്ട് വീട്ടിലിരിക്കാനാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ രേവതി ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ നിന്റെ കൂടെ വരാം. എന്തിനാ സച്ചേട്ടൻ വരുന്നത്? സച്ചേട്ടന്റെ ട്രിപ്പ് ഒഴിവാക്കിയിട്ട് എന്റെ കൂടെ വരണോ? ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. നിന്നെ എന്തായാലും തനിയെ വിട്ടിട്ട് പോകാനൊന്നും പറ്റില്ല, കാരണം ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നീ എന്റെ പിന്നിൽ ഇരുന്നിട്ട് വന്നാൽ മതി. അതിന്റെ ഇടയ്ക്കാണ് വർഷം അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി ചേച്ചി എനിക്ക് ചായ വേണമെന്ന് പറയുമ്പോൾ ശരി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോഴേക്കും രേവതിയെ പിടിച്ചു വെക്കുകയാണേ. അതെന്താ നിനക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിച്ചൂടെ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് വർഷയുടെ അടുത്ത്. സച്ചിയേട്ടാ ഞാൻ
ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തോളാം. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല രേവതി, നീ എന്തിനാ എല്ലാം എടുത്ത് ചെയ്യുന്നത്? അതുപോരാത്തതിന് പൂ കൊടുക്കാൻ വേണ്ടി പോണെന്നും പറയുന്നു. അല്ല രേവതി ചേച്ചി, തലയ്ക്ക് അടിപെട്ടിട്ട് നിങ്ങൾ ജോലിക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കും, നന്നായിട്ട് അവളടുത്ത് ചോദിച്ചു കൊടുക്ക്. ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് വർഷ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല വർഷേ, എനിക്ക് അതിന് മാത്രം ഒരു കുഴപ്പമില്ല, ഞാൻ തന്നെ പോയിട്ട് വരാന്നുള്ള കാര്യം പറഞ്ഞു. എന്നാൽ സച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ കൂടെ വരാന്നുള്ള കാര്യം പറയുന്നു. ഇത് കൊള്ളാലോ. എന്തായാലും നല്ല ഹസ്ബൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, വൈഫിനെ കെയർ ചെയ്യണം. വർഷേ, സച്ചേട്ടൻ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സച്ചേട്ടന്റെ വരുമാനം എന്താകും? അതല്ലേ ഇപ്പൊ പ്രശ്നം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുന്നതിന് നീ എനിക്ക് പൈസ തന്നോ? കാർ ഡ്രൈവറിന്റെ കാശൊന്നും വേണ്ട, ബൈക്ക് ഡ്രൈവർ, ആ കാശ് തന്നാ മതി. പക്ഷേ നീ കേട്ടല്ലോ സച്ചേട്ടൻ എന്താ പറഞ്ഞതെന്ന്. ഇതും എന്തായാലും രേവതി ചേച്ചി നല്ല ഡീലല്ലേ? രേവതി ചേച്ചിയുടെ ജോലി നടക്കും, അതുപോലെ സച്ചേട്ടന്റെ ജോലി നടക്കും. ഇപ്പൊ കേട്ടല്ലോ വർഷയും പറഞ്ഞത്. ശരി ശരി, എന്തായാലും ഇനി ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് തന്നെ പോകാം. സച്ചേട്ടൻ അങ്ങ് ചെല്ലി, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം എന്ന് പറയും.